ഹലോ. ഇന്ന് അമ്മമാർ, സ്ത്രീകൾ, പെണ്ണുങ്ങൾക്കുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ ആണുങ്ങൾ കാണാതിരിക്കാൻ നല്ല, കണ്ടാലും കുഴപ്പമില്ല. പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക പെണ്ണുങ്ങൾക്ക്. ചിലവർക്ക് അറിയില്ല, അറിയാത്തവർ കുറേ പേരുണ്ട്. കാരണം ആരോഗ്യ പ്രശ്നമാണ്. നമുക്കിന്ന് നമ്മളെ കൊച്ചു കേരളത്തിലേ ഉള്ളൂ ആരോഗ്യ പ്രശ്നം പെണ്ണുങ്ങൾക്ക്. അതേസമയം മഹാരാഷ്ട്ര, തമിഴ്നാട്, ചുറ്റുപ്രദേശങ്ങളിലൊന്നും നാടുകളിലൊന്നും ആരോഗ്യ പ്രശ്നമില്ല. നമ്മളെ കേരളത്തിൽ മാത്രമുള്ള പെണ്ണുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം, നടുവേദന, അവിടെ വേദന, കൈവേദന, കാലുവേദന, മുട്ടുവേദന, ഇതൊക്കെ വരുന്നത്. അതിൻ്റെ കാരണം പറയാം. ഒരു സ്ത്രീ ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ അന്നോട്ട് അവർക്ക് ബ്ലീഡിങ് സ്റ്റോപ്പാണ്. പീരീഡ്, മിൻസസ്, ഇത് ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്നോട് സ്റ്റോപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഫിൽട്ടർ ചെയ്ത്, ഈ ബ്ലീഡിങ് ഫിൽട്ടർ ചെയ്ത് നമ്മളെ ശരീരത്തേക്ക്, നമ്മളെ ആ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കൊച്ചിന് ആഹാരമായിട്ട് പോവാണ്. അതൊരു അമ്മയുടെ ആരോഗ്യമാണ്. ഈ പുറത്ത് പോകുന്ന ബ്ലീഡിങ് പോകുന്നത് അതൊരു ദുഷിച്ച രക്തമാണ്. അത് ഫിൽട്ടർ ചെയ്തിട്ട് ഒരു മാതാവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിൻ്റെ അതിന് ആഹാരമായിട്ട് ചെന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കൊച്ച് ജനിച്ചു കഴിഞ്ഞ് ഗർഭപാത്രത്തിൽ കയറിക്കഴിഞ്ഞാൽ ഈ അമ്മമാർക്ക് എന്നും ബ്ലീഡിംഗ് ആണ്. ഈ കൊച്ച് പുറത്ത് വരുന്നവരെ എന്നും ബ്ലീഡിംഗ് ആണ്. കാരണം അതിൽ നിന്നുമാണ് ഈ ഫിൽട്ടർ യൂറിഫൈ ചെയ്തിട്ടാണ്, ആ ബ്ലഡ് യൂറിഫൈ ചെയ്തിട്ടാണ് നമ്മളെ പുക്കിളിൽ കൂടി ആഹാരമായിട്ട് ചെല്ലുന്നത്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു പെണ്ണ് അതിൻ്റെ വയറ്റിൽ ഒരു കൊച്ചു ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഡെയിലി ഒരു പെണ്ണിന് ബ്ലീഡിംഗ് ആണ്, മിൻസസ് വരും. അത് യൂറിഫൈ ചെയ്തിട്ട് ഈ കൊച്ചിനെ ആഹാരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പുക്കിളിൽ കൂടി. പറഞ്ഞ മനസ്സിലാണ്, പുക്കിളിൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത ആഹാരങ്ങൾ കഴിക്കുക. താറാവ് ഇറച്ചി, താറാവ് മുട്ട, കഴിയുന്നതും കൂടുതൽ കഴിക്കേണ്ടത് ഈ കായൽ മത്സ്യങ്ങൾ, ഡാമിലെ മത്സ്യങ്ങളാണ് നല്ലത്. കുളത്തിലെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഡാമിനേക്കാളും നല്ലത് കുളത്തിലെ ചെറിയ മീനുകളില്ലേ, അത് കഴിക്കുക. ഒരു മാസത്തിൽ 3 ദിവസം 2 നേരമായിട്ട് 50 ഗ്രാം കക്കയിറച്ചി കഴിക്കുക. 50 ഗ്രാം കക്കയിറച്ചി കഴിക്കുക. അതിന് ഈ കൊച്ചിന് കാൽസ്യത്തിന് വേണ്ടിയിട്ടാട്ടോ. അപ്പം നമുക്ക് നടുവേദന ഉണ്ടാവില്ല, പ്രസവിച്ച് കഴിയുമ്പോൾ നടുവേദന ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഒരുപാട് കഴിക്കരുത്, ദഹിക്കാൻ ശക്തി കുറവാണ്, ദഹനശക്തി കുറവാണ് അതിന്. അപ്പം ഒരു ദിവസം കഴിക്കുവാണെങ്കിൽ 50 ഗ്രാം, 2 ദിവസമായിട്ട് 100 ഗ്രാം കഴിക്കണം. അത് ഒരു മാസത്തിൽ 3 ദിവസമായിരിക്കണം, 3 പ്രാവശ്യമായിരിക്കണം. പറഞ്ഞ മനസ്സിലാണല്ലോ. ഇന്ന് നമ്മളെ കൊച്ചു കേരളത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയാവാത്ത ആടിനെ തല്ലിക്കൊന്ന് സൂപ്പിട്ട് കുടിക്കുന്ന, ഈ കഷായം വെച്ച്, അത് തെറ്റാണ്. ഈ ഒരു വയസ്സ് കഴിയാത്ത ആടിനെ നമ്മൾ അതിന് കഷായം വെച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നടുവേദന കൂടത്തുള്ളൂ. ഇന്ന് അത് ഈ നടുവേദന കൂടുന്നുള്ളൂ പെണ്ണുങ്ങൾക്ക്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ?
കഴിയുന്നതും ഇന്ന് ഗവൺമെൻറ് സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന പെണ്ണുങ്ങൾക്ക് ലീവില്ല. കാരണം ഈ പീരിയഡിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മിൻസസ് വരുന്ന സമയത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ചില പെണ്ണുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കും. ആരോഗ്യം കുറേ, ചിലപ്പോൾ ചില പെണ്ണുങ്ങൾ അവശതയായി പോവും, നടുവേദന ഉണ്ടാവും, പല പല വേദനകളുണ്ടാവും ഈ ബ്ലീഡിങ്ങിൻ്റെ തലേദിവസം. അതെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം റെസ്റ്റ് എടുത്താലേ ശരിയാവുള്ളൂ. കാരണം അത്ര നമ്മൾ ആരോഗ്യമാണ് ഇതിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, അത് ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മളെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നത്. നമ്മൾ വയറ്റിനകത്ത് കിടക്കുമ്പോൾ, നമ്മളെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ നമ്മൾ കുടിച്ചിരിക്കുന്ന, നമ്മൾ ആഹാരം കഴിച്ചിരുന്ന ഈ രക്തമാണ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാം, കഴിയുന്നത് ഈ ഗവൺമെൻറ്റൊക്കെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഗവൺമെൻറ് സ്ത്രീക്ക് ഒരു 3 ദിവസം ലീവ് കൊടുക്കുക. ഗർഭത്തിൻ്റെ അല്ല, ഈ പീരീഡിൻ്റെ സമയത്ത് ഒരു 3 ദിവസമെങ്കിലും ലീവ് കൊടുക്കുക. അവർക്ക് റെസ്റ്റ് എടുക്കുക. കഴിയുന്നതും തുണി അലക്കാതെ നോക്കുക. അപ്പോൾ ചെറിയ ഏതെങ്കിലും ഒരു കഷായങ്ങൾ വാങ്ങിച്ച്, പിന്നെ ലേഹ്യങ്ങൾ വാങ്ങിച്ച് കഴിച്ചാൽ മതി. ഇന്ന ലേഹ്യം എന്ന് ഞാൻ പറയുന്നില്ല, ഈ നാറികൾ വില കൂട്ടിക്കളയും. ഇത് പെണ്ണുങ്ങൾക്കുള്ള വീഡിയോ ആണ് കേട്ടോ. ഈ അതേസമയം ഈ തമിഴ്നാട്ടിൽ ഷക്ലിംഗ് എന്ന് പറഞ്ഞൊരു വർഗമുണ്ട്. അവർ ബോംബെയിലുണ്ട്. അവർ ഈ പീരീഡിൻ്റെ സമയത്ത് കുളിക്കാതെ വീട്ടിനകത്ത് കയറില്ല. അവർക്ക് ചെറിയൊരു ഷെഡ് ഉണ്ടാക്കി കൊടുക്കും, അതിനകത്ത് കിടന്നോളുക. അത് നിലത്ത് പാവിരിച്ച് കിടന്നോളുക. കാരണം അത്രയും വൃത്തികെട്ട ഒരു രക്തമാണ്. അത് പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മളെ ഞാനൊക്കെ കഴിച്ചിട്ടുള്ള എൻ്റെ അമ്മയുടെ വയറ്റിൽ കിടന്നിട്ട്. അണ്ടർസ്റ്റാൻഡ്? അപ്പം നിങ്ങൾ കഴിയുന്നതും ഒരു 2-3 ദിവസം ലീവ് എടുക്കുക ഈ ബ്ലീഡിങ്ങിൻ്റെ സമയത്ത്. ചിലവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേദനയായിരിക്കും, നടുവേദന. ചിലർക്ക് ബ്ലീഡിങ് കുറച്ചേ പോവുള്ളൂ, ചിലർക്ക് കൂടുതൽ പോകും. എന്നാലും ഒരു 3 ദിവസം ലീവ് എടുക്കണം. ചെറിയ ജോലിയേ ചെയ്യുള്ളൂ. പിന്നെ കൊച്ച് ഗർഭമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഗർഭത്തിലേക്ക് വരും, 4ാമത്തെ മാസം തൊട്ട് ചെരുപ്പില്ലാതെ ഈ മുറ്റത്ത് കൂടി നടക്കുക. ചെരുപ്പില്ലാതെ മുറ്റത്ത് കൂടി നടക്കുക. ചെരുപ്പില്ലാതെ നടക്കുന്നത് തൊട്ടെ ഒരു എർത്തുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് കാലിലേക്ക് ഒരു എർത്തുണ്ട്. ആ എർത്ത് നമുക്ക് ശരീരം വരെ കിട്ടും. മൊത്തം ബ്ലഡ് ഓട്ടം കൊടുക്കും. ആ എർത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിലത്തിൽ കൂടി നടക്കാൻ പറയുന്നത്. സിമെന്റ് തറയിലല്ല, ഈ മണ്ണായിട്ട് ടച്ച് ചെയ്യണം. ആ മണ്ണിൽ നിന്നൊരു എർത്ത് കിട്ടും. നമ്മളെ മക്കൾക്ക് അത് ആരോഗ്യമാണ്, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അത് ആരോഗ്യമാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇത് വിടലല്ല, ഡോക്ടർമാർക്കും അറിയില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇത് സാധാരണപ്പെട്ട ഒരു MBBS, ഞാനൊരു MBBSും അല്ല. അപ്പം നിങ്ങൾ നടക്കുക. ഈ 4 മാസം കഴിഞ്ഞിട്ടേ നടക്കാവുള്ളൂ കേട്ടോ. കാരണം 4 മാസം വരെ ഒന്ന് സൂക്ഷിക്കണം. കാരണം ഇത് സ്റ്റാർട്ടിങ്ങിൽ മുട്ടര വെള്ളക്കരി പോലെ ഉണ്ടാവും ഗർഭത്തിൽ. അത് കുറഞ്ഞ് നമുക്ക് ആ 4 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാംസമാവുള്ളൂ, ശരീരത്തിൽ മൊത്തം മാംസമാവുള്ളൂ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങൾ നിലത്ത് കൂടി നടക്കുക. നടന്നു കഴിഞ്ഞാൽ എർത്ത് കിട്ടും. അപ്പം കൊച്ചിന് നല്ല ആരോഗ്യം. കഴിയുന്നതും കപ്പളങ്ങ ഒഴിവാക്കുക. കപ്പളങ്ങ പഴം, കപ്പളങ്ങ തോരൻ ഇതൊന്നും കഴിക്കാതിരിക്കുക. ക്യാബേജ്, തണുത്ത ആഹാരങ്ങൾ കഴിക്കണം. താറാവ് മുട്ട, ചില ലേഹ്യങ്ങൾ കഴിക്കുക. പിന്നെ കഴിയുന്നതും തിളപ്പിച്ച് ഊറ്റിയ ചോറുകൾ കഴിക്കുക. കപ്പ കഴിക്കാതിരിക്കുക. കപ്പ എന്ന് കഴിക്കണമെങ്കിൽ തോന്നുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് തിളപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് ഊറ്റുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് അത് ഊറ്റിയെടുത്തിട്ട് ഇടിച്ച് പാകം ചെയ്ത് കഴിക്കുക. അത്യാവശ്യം എരിവ് കൂട്ടുക. വിശ്വസ്തമായ പഴങ്ങൾ കഴിക്കുക. കപ്പളങ്ങ ഒഴിച്ചിട്ട് ബാക്കി പഴങ്ങളെല്ലാം കഴിക്കുക.
അപ്പം ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം പെണ്ണുങ്ങൾക്ക്. ഇന്ന് പെണ്ണുങ്ങൾ ആർക്കും ഷെയർ ചെയ്യൂല, അസൂയ പിടിച്ച കൂട്ടങ്ങളാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ ആരും അത്ര ഷെയർ ചെയ്യാറില്ല, കാരണം ഞാൻ സെക്സുവലൊന്നും കാണിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ പരമാവധി ഗർഭമായിരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പറയും. ഇനി അടുത്ത വീഡിയോയിൽ ഇത് തന്നെ പറയുന്നു.